അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, സംസാരിക്കണില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽ വലിയ മഹത്തുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. എത്രത്തോളം പരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ടവർ നേരിട്ടു എന്ന് ചോദിച്ചാൽ അതിന് കയ്യും കണക്കൊന്നും പറയാനില്ല. പ്രവാചകനായി ഉദയം ചെയ്ത സമയത്ത് നമ്രൂദ് എന്ന് പറയുന്ന ലോകം അടക്കി ഭരിച്ച തമ്മാടിയായൊരു മനുഷ്യനാണ് നാട്ടിലുണ്ടായിരുന്നത്. കുറച്ചൊന്നുമല്ല ആ നമ്രൂദിനോട് ബഹുമാനപ്പെട്ടവർ പോരാടേണ്ടി വന്നത്. അവസാനം നമ്രൂദും നമ്രൂദിന്റെ പടയാളികളും ചേർന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടു. ഒരാഴ്ചയോളം ആ തീക്കുണ്ടാരത്തിൽ കടന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായം കൊണ്ട് ഒരു രോമത്തിന് പോലും പോറൽ പറ്റാതെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഓരോ ഘട്ടത്തിലും പരീക്ഷണമാണ്. വിവാഹപ്രായമെത്തിയപ്പോൾ മഹദിയായ ബീബി സാറാ ബീബിയെ കല്യാണം കഴിക്കുകയാണ്. ഏകദേശം 100 വയസ്സ് വരെ മഹദിയോടുകൂടെ ഒരുമിച്ച് ജീവിച്ചിട്ടും അള്ളാഹു ഒരു സന്താനത്തെ നൽകിയിട്ടില്ല. രാവും പകലുമില്ലാതെ കരഞ്ഞ് 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 അവസാനം അല്ലാഹു തആല ഒരു കുട്ടിയെ നൽകുകയാണ്. രണ്ടാമത് വിവാഹം കഴിച്ച മഹദിയായ ബീവി ഹാജർ റളിയല്ലാഹു അൻഹാ മഹദിലൂടെ അല്ലാഹു തആല ഇസ്മായിൽ എന്നൊരു കുട്ടിയെ നൽകുകയാണ്. കുട്ടി ഉണ്ടാകുന്നത് ഫലസ്തീനിൽ വെച്ച. കുട്ടി ഉണ്ടായപ്പോഴേക്കും അള്ളാന്റെ ഓർഡർ വന്നു, നബിയെ ഭാര്യയെയും കുട്ടിയെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണം. എന്റെ ഭവനമായ കഅബ അവിടെ ഉണ്ട്. ആ കഅബ ഇങ്ങനെ നൂഹ് നബിയുടെ കാലത്ത് നടന്ന തൂഫാനിൽ പൊളിഞ്ഞു പോയതാണ്. അതിന്റെ തറയും അടയാളവും ഒക്കെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവിടെ പോയി ഭാര്യയെയും കുട്ടിയെയും താമസിപ്പിച്ച് നിങ്ങൾ തിരിച്ചു പോരണേ. പാല് കുടിക്കുന്ന കുട്ടിയാണ്, ചെറുപ്രായക്കാരിയായ ഹാജറയാണ്. അവരുമായിട്ട് മക്കയിലേക്ക് വന്നു. മക്കയിലാകട്ടെ ആ സമയത്ത് മനുഷ്യവാസമില്ല. കാരണം മക്കയിൽ അന്ന് വെള്ളം ലഭിക്കുന്ന പ്രദേശമല്ല. ഒറ്റക്ക് ഓല ഇവിടെ ഒഴിവാക്കിട്ടാൻ പോവുകയാണ്. ചന്താരങ്ങൾ അള്ളാഹു പറഞ്ഞതല്ലേ, അതന്നെ, അവരൊന്നും ചിന്തിക്കാനില്ല. അങ്ങനെ അവരെ ഭാര്യയെയും മക്കളെയും മകനെയും അവിടെയാക്കി ബഹുമാനപ്പെട്ടവർ ഫലസ്തീനിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെയും കാലങ്ങൾ ഫലസ്തീനിൽ തന്നെയാണ്. ഇടക്കിടക്ക് മക്കയിൽ വന്നു പോകുന്നതാണ്. സാറാബിയുടെ മരണത്തിന്റെ ശേഷം പിന്നെ മക്കയിലേക്ക് അള്ളാന്റെ കൽപ്പന പ്രകാരം സ്ഥിരതാമസമാക്കുകയാണ്. അപ്പോഴേക്ക് ഇസ്മായിൽ എന്ന കുട്ടിക്ക് 11 12 വയസ്സ് പ്രായമായിട്ടുണ്ട്. ഉപ്പയുടെ കൂടെ ഓടി നടക്കാൻ സമയമായിട്ടുണ്ട്. ഉപ്പയെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അള്ളാന്റെ അടുത്ത പരീക്ഷണം വരികയാണ്. ഇബ്രാഹിം നബിയേ, നിങ്ങളുടെ പൊന്നുമകനായ ഇസ്മായിലിനെ എന്റെ മാർഗത്തിൽ നിങ്ങൾ ബലിയർപ്പിക്കുക. ഒരു ഉപ്പാക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? താങ്ങാൻ പറ്റുന്ന കാര്യമാണോ? പക്ഷേ അത് ഏറ്റെടുക്കുകയാണ്. കാരണം ഇത് പറഞ്ഞത് യജമാനനായ അല്ലാഹു തആലയാണ്. അതുകൊണ്ട് മറിച്ചൊന്ന് ചിന്തിക്കാൻ ഒരടിമക്ക് അവകാശമില്ല. ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, മിനയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. റോഡിന്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഉയർന്ന പ്രദേശമുണ്ട്. അവിടെ ഇന്നൊരു ചെറിയ സ്തൂപം സ്ഥാപിക്കപ്പെട്ടത്. ഉംറക്കൊക്കെ പോയ ആളുകൾ സിയാറത്തിന് വേണ്ടി ബസ്സിലൂടെ ഇങ്ങനെ പോകുമ്പോ ബസ് അവിടെ നിർത്തിയിട്ടില്ലെങ്കിലും ബസ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുട്ടിയെ അവിടേക്ക് കൊണ്ടുവന്നു. കുട്ടിയെ കമഴ്ത്തി കിടത്തുകയാണ്. കണ്ണുനീരോട് ആ കുട്ടിയെ അറവ് നടത്തുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി. ആ കത്തി കുട്ടിയുടെ കഴുത്തിന് മുറിവേൽപ്പിച്ചില്ല. ആ പരീക്ഷണത്തിൽ വിജയിച്ചപ്പോ പകരമായി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് ഒരാടിനെ അറുത്ത് അരക്കി കൊടുത്ത് ബലികർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ മൊത്തം പരീക്ഷണം. ചെറിയ പരീക്ഷണം, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത പരീക്ഷ. പക്ഷേ എല്ലാ വിജയത്തോടെ നേരിട്ടു. അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്. വഇദ് ബിതലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്. നബിയെ ഇബ്രാഹിം നബി അല്ലാഹു പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നൽകുകയാണ്. ഏത് പരീക്ഷണങ്ങളെ കൊടുത്തപ്പോഴും ഫാതമ്മഹുന്ന, എല്ലാം വിജയത്തോടെ പൂർത്തീകരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബിയെ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ഞാൻ ലോക ജനതക്കുള്ള നേതാവാക്കി മാറ്റുകയാണ്.
ആ വിജയത്തിന്റെ കൂലിയാണ്. അങ്ങനെയാണ് ഖലീൽ എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ടത്. ഖലീലുള്ള എന്ന പേരിലാണ് അറിയപ്പെടൽ. ഖലീലുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുന്ന കൂട്ടുകാരനാണെന്നതിന്റെ അർത്ഥം. അത്രയും വലിയ പദവിയിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തിപ്പെടുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവരെ ബർക്കത്തോടെ നമ്മളൊക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലെ 8ാമത്തെ രാത്രിയിലെ തറാവിയാണ് നമ്മൾ നിസ്കരിച്ചത്. ഈ റമളാനിലെ 8ാമത്തെ രാവിലെ ഒരാൾ തറാവി നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സന്തോഷം എന്തെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകപ്പെടുന്ന പ്രതിഫലമില്ലേ, അതിൽ നിന്നൊരു ചെറിയ വിഹിതം ഇന്നത്തെ നിസ്കാരക്കാർക്ക് നൽകപ്പെടുകയാണ്. അസഹ്യമായ ചൂടും സഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്. പള്ളിയിൽ വന്ന് ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ നിസ്കരിക്കുകയാണ്. ഒരുപാട് രോഗികളുണ്ട് റബ്ബേ ഈ മജ്ലിസിൽ. കാലുവേദനയുള്ളവരുണ്ട്, മുട്ട് വളയാത്ത ആളുകളുണ്ട്, കസേരയിലിരുന്ന് നിസ്കരിക്കുന്നവരുണ്ട്. അത്രയും വേദനയും പ്രയാസവും ഒക്കെ സഹിച്ചിട്ടും അല്ലാഹു നിനക്ക് വേണ്ടി തറാവീഹ് നിസ്കരിക്കണമെന്ന നിയ്യത്തിൽ ഒരുമിച്ച് കൂടിയവരാണ്. ആ വലിയ പ്രതിഫലത്തിന്റെ ഒരു ചെറിയ അംശം പാപികളായ ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ഞങ്ങളെ നിസ്കാരം അതിന് കാരണമാക്കണേ അല്ലാ. ചെറിയ മസല ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിക്കലുണ്ടല്ലോ. മറഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കും, ഹാലറായ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കും. മയ്യത്ത് നിസ്കാരം 4 തക്ബീറാണെന്നും നമുക്കറിയാം. അഥവാ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഇമാമെങ്ങാനും പയച്ച് 5ാമത്തെ തക്ബീറാൻ ചെല്ലാത്ത നമ്മൾ കാട്ടുക. ആകപ്പാടൊരു ബേജാറായിക്കാരല്ലേ, ഉണ്ടാകലില്ലേ? എന്താ ഒന്നുമില്ലാത്ത ഒരു പ്രതികരണമല്ലല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇമാമിന്റെ ബാക്കിൽ നിന്ന് ഇമാമിന് 5ാമത്തെ തക്ബീറിൽ പയച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഉണ്ടായിട്ടില്ലേ? ഈ പള്ളി കണ്ടേക്കണേ. കാരണം ഞാനല്ല മയ്യിത്ത് ഇമാമക്കലില്ല. കാരണം മരിച്ചാല് ചില ഇമാമിങ്ങൾ ഉണ്ടാകാൻ മേത്ത് ചിലപ്പോ ചില ആൾക്കാർക്ക് അങ്ങനെ പോയത്. വെള്ളിയാഴ്ചകളിൽ നമ്മള് പിന്നെ മറഞ്ഞ മയ്യിത്തുകളുടെ മേൽ നിസ്കരിക്കുമ്പോഴൊക്കെ ചിലപ്പോ പേക്കും. അതായത് ഇമാമ് ഉദാഹരണത്തിന് 4ാമത്തെ തക്ബീർ ചൊല്ലിയെന്ന് വെച്ചു. അപ്പൊ ഇമാമിന്റെ ധാരണ എത്രാമത്തതാണ്? 3ാമത്തതാണ്. അവന് ഇമാമ് സ്വാഭാവികമായിട്ടും ഞാൻ എത്രാമത്തെ ചെല്ലണം? 4ാമത്തെ ചെല്ലണം. അപ്പൊ അത് യഥാർത്ഥത്തിൽ എത്രാമത്തായി മാറി? 5ാമത്തായി മാറി. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഇമാമ് 5ാമത്തെ തക്ബീർ ചൊല്ലിയാൽ നിസ്കാരം ബാത്തിലാകുമല്ലേ? സഹുവിന്റെ സുജൂദ് ചെയ്യണോ വേണ്ടേ? മയ്യിത്ത് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യോ? മാമൂമികൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഫിഖഹിന്റെ കിതാബുകളൊക്കെ പറയണം എന്താ വെച്ചാൽ, മയ്യിത്ത് നിസ്കാരത്തിൽ 5ാമത്തെ തക്ബീർ ഇമാം ചൊല്ലിയാൽ, മനഃപൂർവ്വം എന്തായാലും ഇപ്പൊ അത് ചെല്ലൂല, പേച്ചുകാണ്ടേ ഇപ്പൊ അത് ചെല്ലുള്ളൂ. അങ്ങനെ ചൊല്ലിയാൽ അതുകൊണ്ട് ആരെ നിസ്കാരം ബാത്തിലാകൂല, ഇമാമിന്റെ നിസ്കാരം എന്താവൂല? ബാത്തിലാവൂല. നിസ്കാരം ബാത്തിലാവൂല. അവനെ മഅ്മൂമിന്റെ നിസ്കാരവും എന്താവൂല? ബാത്തിലാവൂല. പക്ഷെ മഅ്മൂം എന്താണ് ചെയ്യേണ്ടത്? മഅ്മൂമിന് 2 കാര്യം ചെയ്യാൻ പറ്റും. മഅ്മൂം ഒന്നുകിൽ എന്താകാൻ തരാം. ഇപ്പൊ മഅ്മൂം 4ാമത്തെ തക്ബീർ ചൊല്ലി നിൽക്കുകയാണല്ലോ. അപ്പോഴാണ് ഇമാമ 5ാമത്തെ തക്ബീറിലേക്ക് പോയത്. മഅ്മൂമിന് ഉറപ്പാണ് ആർക്ക് പേച്ചിക്കണ്? ഇമാമിന് പേച്ചിക്കണ്. ഈ മഅ്മൂം എന്ത് ചെയ്യരുത്? ഇമാമ ഏതായാലും 5ാമത്തെ കെട്ടിക്കണി, നമ്മളൊന്നുകൂടി കെട്ടാറാണ്. മഅ്മൂം എന്താകാൻ പാടില്ല? 5ാമത്തെ കെട്ടാൻ പാടില്ല. മഅ്മൂമിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇമാം 5ാമത്തെ തക്ബീറിലേക്ക് പോകുമ്പോ മഅ്മൂമിന് മനസ്സുകൊണ്ട് ഇമാമിനെ പിരിയാം. അതിന് മുഫാറക്കത്തിന്റെ നിയ്യത്ത് വെക്കാന്ന് നമ്മൾ പറയാം. നമ്മൾ കഴിഞ്ഞൊക്കെ തറാവിന്റെ ശേഷം മുഫാറക്കത്തിന്റെ നിയ്യത്ത് വെക്കണ പല കോലങ്ങളും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ മഅ്മൂം എന്ത് കരുതാ? മനസ്സിലറിയോ, ഞാൻ ഇമാമിനെ പിരിഞ്ഞു എന്ന് മനസ്സിൽ കരുതാ. അതിനാണ് മുഫാറക്കത്തിന്റെ നിയ്യത്ത്. എന്നിട്ട് ഒറ്റക്ക് സലാം വിട്ട് ഇമാമിന്റെ നിസ്കാരം അപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം ഇമാം 5ാമത്തെ തക്ബീറിലുള്ളൂ. ഞാൻ പിന്നെ ഒക്കെ ചൊല്ലിയിട്ട് വേണ്ട ഇമാമിന് സലാം വിട്ടാനേ. അപ്പൊ മഅ്മൂമിന് ഒന്നുകിൽ ഇമാം 5ാമത്തെ തക്ബീർ ചൊല്ലിയാൽ ഇമാമിന് പയച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, ഒന്നുകിൽ മഅ്മൂമിന് ഇമാമിനെ പിരിയുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒറ്റക്ക് സലാം വിട്ടാം, അല്ലെങ്കിൽ ഇമാമിനെ അവിടെ കാത്തിക്കാം. എന്തായാലും ഇപ്പം നമ്മള് 4ാമത്തെ തക്ബീർ, ഇമാം 5ാമത്തെ തക്ബീർ അല്ലേ, നമ്മള് തക്ബീർ ചെല്ലണോ? വേണ്ട.
എന്നാ നമ്മൾ ഇമാമിനെ പിരിഞ്ഞിക്കണോ? അതുമില്ല, അവിടെ നിൽക്കന്നെ. ഇമാം എന്താകട്ടെ, ഇമാമിന്റെ തക്ബീറും ദിക്റും സ്വലാത്തും ഒക്കെ കഴിഞ്ഞിട്ട് സലാം വിട്ടിട്ടേ എന്ന് കരുതാം. ഇമാമിനെ കാത്തു നിൽക്കുക. എന്നിട്ട് ഇമാമ് സലാം വീട്ടിന്റെ ശേഷം നമ്മൾ എന്താകാ, സലാം വീട്ടുക. ഈ രണ്ട് ഓപ്ഷനും പറ്റുമെങ്കിലും വൽ ഇന്തിദാറു അഫ്ളലു, ഇമാമിനെ പിരിണിലേറെ മഅ്മൂമിന് നല്ലത് എന്താണ്? ഇമാമിനെ കാത്തു നിന്നിട്ട് ഇമാം സലാം വീട്ടിട്ട് സലാം വീട്ടലാണ്. അപ്പൊ ഇമാം അഞ്ചാമത്തെ തക്ബീർ ചൊല്ലി എന്നുള്ളത് കൊണ്ട് ബേജാറാകണ്ട, നിസ്കാരം ബാത്തിലാകുന്നില്ല. പക്ഷെ മഅ്മൂമിങ്ങൾ അഞ്ചാമത്തെ തക്ബീർ ചെല്ലേണ്ട ആവശ്യമില്ല. മഅ്മൂമിന് ഒന്നുകിൽ ഇമാമിനെ പിരിഞ്ഞ് സലാം വീട്ടാം, അല്ലെങ്കിൽ ഇമാമിനെ കാത്തിരിക്കാം. നല്ലത് ഇമാമിനെ എന്താകലാണ്, കാത്തിരിക്കലാണ്. പറഞ്ഞ മനസ്സിലാക്കണം. അള്ളാഹുക്കെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മളെ അമലുകളൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഈ 10 ദിവസത്തിൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ അവന്റെ സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.